പാകിസ്ഥാന്റെ ആകെ സമ്പത്തിനേക്കാൾ 6 ഇരട്ടി സ്വർണം ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ കയ്യില്. മൂല്യമെത്രയെന്നോ? ഇന്ത്യന് വീട്ടമ്മമാരുടെ സ്വർണത്തോടുള്ള അഭിനിവേശം പുതിയ കാര്യമല്ല. ഒരേ സമയം നിക്ഷേപം എന്ന നിലയിലും അതേസമയം തന്നെ അലങ്കാരം, സാംസ്കാരികം എന്ന തരത്തിലും സ്വർണത്തിന് ഇന്ത്യന് പശ്ചാത്തലത്തിൽ അതീവ പ്രാധാന്യമുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യന് വീട്ടമ്മമാരുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ അളവ് സംബന്ധിച്ച രസകരമായ ഒരു വസ്തുത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യന് കുടുംബങ്ങള് മൊത്തത്തില് ഏകദേശം 25,000 ടൺ സ്വർണം കൈവശം വച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. വേൾഡ് ഗോൾഡ് കൌൺസില് പ്രകാരം നിലവിലെ വിപണി വിലയില് ഏകദേശം $2.4 ട്രില്യൺ വിലമതിപ്പുള്ള സ്വർണമാണ് ഇത്. ഇത് ഇന്ത്യയുടെ 2026 സാമ്പത്തിക വർഷത്തിലെ നാമമാത്ര ജിഡിപിയുടെ ഏകദേശം 56%. 2025 സാമ്പത്തിക വർഷത്തിലെ വേൾഡ് ഗോൾഡ് കൌൺസില് കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ മുഴുവന് സമ്പദ്വ്യവസ്ഥയും ഏകദേശം $411 ബില്യൺ. ഇതിനർത്ഥം ഇന്ത്യയുടെ സ്വകാര്യ സ്വർണ്ണ നിക്ഷേപം പാകിസ്ഥാന്റെ ജിഡിപിയേക്കാൾ ഏകദേശം 6 മടങ്ങ് വലുതാണ് എന്നാണ്. ഇന്ത്യന് കുടുംബങ്ങളുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം ഇറ്റലി $2.4 ട്രില്യൺ, കാനഡ $2.33 ട്രില്യൺ തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ ജിഡിപിയേക്കാൾ കൂടുതലാണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. യുബിഎസിന്റെ കണക്കനുസരിച്ച് 2020 സാമ്പത്തിക വർഷം മുതൽ സ്വർണ്ണവില ഇരട്ടിയായി. ഇത് ഇന്ത്യന് കുടുംബ സമ്പത്തിനെ ഗണ്യമായി വർദ്ധിപ്പിച്ചു. വ്യാപാര സംഘർഷങ്ങള്, പണപ്പെരുപ്പം, ഭൗമരാഷ്ട്രീയ അപകടസാധ്യതകള് തുടങ്ങിയ ആഗോള അനിശ്ചിതത്വങ്ങൾ കാരണം 2026 ആകുമ്പോഴേക്കും വില ഔൺസിന് $3,500 ഉയരുമെന്ന് ബാങ്ക് പ്രവചിക്കുന്നു. 2026 സാമ്പത്തിക വർഷത്തില് ഇന്ത്യയിലെ സ്വർണത്തിന്റെ അളവ് കുറയുമെന്ന് യുബിഎസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഉയർന്ന വിലകള് മൊത്തം ഇറക്കുമതി $5,560 ബില്യൺ അല്ലെങ്കിൽ ജിഡിപിയുടെ ഏകദേശം 1.2% ഉയർത്തും. വില റെക്കോർഡിലെത്തിയിട്ടും ഈ സാമ്പത്തിക വർഷത്തില് ഇന്ത്യയിലെ സ്വർണ്ണ ആവശ്യം നന്നായി നിലനിർത്തി. ഉപഭോക്തൃ ആവശ്യം 782 ടൺ ആയിരുന്നു. കോവിഡ് മഹാമാരിക്ക് മുമ്പുള്ള ശരാശരിയേക്കാൾ 15% കൂടുതലാണ് ഇത്. ആഭരണങ്ങളുടെ ആവശ്യകതയില് നേരിയ ഇടിവുണ്ടായെങ്കിലും സ്വർണ്ണക്കട്ടികളിലും നാണയങ്ങളിലുമുള്ള റീറ്റെയിൽ നിക്ഷേപം വർഷം തോറും 25% വർദ്ധിച്ചു. 2024 മധ്യത്തില് കസ്റ്റംസ് തീരുവ 15%-ൽ നിന്ന് 6%-ആയി കുറച്ചതിന്റെ പിന്തുണയാണിത്. ഭാവിയില് ഗാർഹിക ഉപഭോഗം സ്ഥിരത കൈവരിക്കുമ്പോൾ 2026 സാമ്പത്തിക വർഷത്തില് സ്വർണത്തിന്റെ ആവശ്യം 725 ടണ്ണായി കുറക്കുമെന്ന് യുബിഎസ് പ്രവചിക്കുന്നു. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷന് പ്രതീക്ഷിക്കുന്ന $55 ബില്യൺ ശമ്പള വർധനവാണ് ഈ വീണ്ടെടുക്കലിന് പിന്നിലെ ഒരു പ്രധാന ഘടകം. ഇത് സ്വർണം, റിയൽ എസ്റ്റേറ്റ് പോലുള്ള ഭൗതിക സമ്പാദ്യം വർദ്ധിപ്പിക്കും. ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം ശ്രദ്ധേയമാണെങ്കിലും ഈ സമ്പത്ത് ധനസമ്പാദനം നടത്താനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ പരാജയപ്പെട്ടു. ഗാർഹിക സ്വർണത്തിന്റെ 2%-ൽ താഴെ മാത്രമേ വായ്പകൾക്ക് ഈടായി ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് കണ്ടെത്തല്. സ്വർണത്തിന്റെ ഇറക്കുമതി ഭാരം കൂടുതലാണെങ്കിലും ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മി ഇപ്പോഴും കൈകാര്യം ചെയ്യാവുന്ന നിലയിൽ തന്നെയാണ്. താഴെ തുടരുന്നു. കോവിഡിന് ഉണ്ടായ ബഫറുകളാണ് ഇതിന് കാരണം. ശക്തമായ സേവന വ്യാപാര മിച്ചവും ശക്തമായ പണമടക്കല് പ്രവാഹവും ഉൾപ്പെടെ സ്വർണവുമായി ബന്ധപ്പെട്ട ഒഴുക്ക് നികത്താൻ ഇത് സഹായിക്കുന്നു. ലോകത്തിലെ സ്വകാര്യ സ്വർണ്ണ ശേഖരത്തിന്റെ 14% കൈവശമുള്ള ഇന്ത്യ, ആഗോളതലത്തില് ഏറ്റവും കൂടുതൽ സ്വകാര്യ സ്വർണം കൈവശം വച്ചിരിക്കുന്ന രാജ്യമാണ്.